കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിലേക്ക് അതിരാവിലെ തന്നെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണുത്തിയിലെ മുക്കാട്ടുകര സെൻറ് ജോർജ് ഗവൺമെൻറ് LP സ്കൂളിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും വോട്ട് ചെയ്യാൻ എത്തുന്നത്. അദ്ദേഹം രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തുകയാണ്. അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുക. അതിന് അരമണിക്കൂർ മുമ്പേ തന്നെ സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. ഇവിടെ BJP വലിയ ഒരു പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. വളരെ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നതും. NDAക്കായി സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ മറുഭാഗത്ത് LDF-നായി CPI-യുടെ VS സുനിൽകുമാറും UDF-നായി കോൺഗ്രസിൻ്റെ K മുരളീധരനും എത്തുന്നു. ഇപ്പോൾ ഈ ഒരു ബൂത്തിലെ ആദ്യ വോട്ടറായി വോട്ട് ചെയ്യാനായി സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥി എത്തുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വീറും വാശിയുമേറിയ പോരാട്ടം നടക്കുന്നത് തൃശ്ശൂരാണെന്ന് വേണം പറയാൻ. കാരണം 3 മുന്നണികളും ഒരുപോലെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. NDAക്കും വളരെ ശക്തനായൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിലെ പോരാട്ടത്തിന് ആക്കം കൂട്ടുന്നത്. ഒരു ത്രികോണ മത്സരത്തിലേക്ക് തൃശ്ശൂർ ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു ചൂരും മനസ്സിലാക്കിയായിട്ട് വേണം ഒരു പക്ഷേ സുരേഷ് ഗോപി ഇന്ന് അതിരാവിലെ തന്നെ ഈ ഒരു പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ രാവിലെ നേരത്തെ എത്തിയ വോട്ടർമാരുമായി ക്യൂവിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനാകും. സുരേഷ് ഗോപി മാത്രമല്ല, അദ്ദേഹം കുടുംബസമേതമാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മണ്ണുത്തിയിലെ മുക്കാട്ടുകര CLP സെന്റ് ജോർജ് സ്കൂളിലാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ടുള്ളത്. ഏതാണ്ട് 6:00 തന്നെ അദ്ദേഹം സകുടുംബം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ വളരെ ശക്തമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. സുരേഷ് ഗോപിയിലൂടെ NDA തങ്ങളുടെ ഒരു A ക്ലാസ് മണ്ഡലമായി അടയാളപ്പെടുത്തിയ തൃശ്ശൂരിൽ
ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ ഈ നാട്ടുകാരനും മുൻ മന്ത്രിയും സിറ്റിംഗ് MLA-യുമായ VS സുനിൽകുമാറിലൂടെയാണ് LDF മറുപടി കൊടുത്തത്. അതേസമയം വളരെ ഒരു പ്രത്യേക കേരള രാഷ്ട്രീയത്തിലെ ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേക നീക്കത്തിലൂടെ കെ മുരളീധരനെ UDF-ഉം കളത്തിലെത്തിച്ചു. കാരണം ഇവിടെ സിറ്റിംഗ് MP-യായ TN പ്രതാപനായിരുന്നു പ്രചാരണമൊക്കെ ആരംഭിച്ചിരുന്നത്. എന്നാൽ അതിനിടെ പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകൾ BJP-യിലേക്ക് ചേക്കേറുന്നു. ഇതോടുകൂടി വളരെ വേഗത്തിൽ ഒരു പ്രത്യേക നീക്കത്തിലൂടെ കെ മുരളീധരനെ, പത്മജയുടെ സഹോദരനെ തന്നെ ഇവിടെ UDF എത്തിക്കുകയായിരുന്നു. അതോടുകൂടി വളരെ ശക്തമായൊരു പോരാട്ടത്തിന്, പക്ഷേ മുമ്പേ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരുന്ന മണ്ഡലത്തിൽ കൂടുതൽ വീറും വാശിയുമേറിയ ഒരു പോരാട്ടത്തിനായി കളമൊരുങ്ങുകയായിരുന്നു. അതോടുകൂടി ആ ഒരു പോരാട്ടവീര്യം പൂർണ്ണമായും മുന്നോട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു വീറും വാശിയുമെല്ലാം കാണിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചൂടും ചൂരുമെല്ലാം വ്യക്തമായിക്കൊണ്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ തൻ്റെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും സമയം 20 മിനിറ്റോളം ബാക്കിയുണ്ട് പോളിംഗ് ആരംഭിക്കാനായി. അദ്ദേഹം കുടുംബസമേതം തന്നെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. തൃശ്ശൂരിലെ ആ ഒരു പോരാട്ടച്ചൂട് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മുക്കാട്ടുകരയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനായി.